കോഴിക്കോട് DMO ഓഫീസിലെ കസേര തർക്കത്തിന് അവസാനം. ഡോക്ടർ ആശാദേവിയെ കോഴിക്കോട് DMOയായും ഡോക്ടർ N രാജേന്ദ്രനെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറായും നിയമിച്ചു. അതേസമയം ഡോക്ടർ രാജേന്ദ്രൻ ഇന്നും കോഴിക്കോട് DMO ഓഫീസിലെത്തി. ഡോക്ടർ ആശാദേവി ചുമതല ഏറ്റെടുക്കും വരെ DMOയായി താൻ തുടരും എന്നാണ് രാജേന്ദ്രന്റെ നിലപാട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, അങ്ങനെ ഒടുവിൽ തർക്കത്തിന് പരിഹാരമാകുകയാണല്ലേ? തീർച്ചയായും ഉന്മേഷ്, ഇന്നലെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത്. ഇതിൽ ഡോക്ടർ ആശാദേവി തന്നെ കോഴിക്കോട് DMOയായി വരും എന്ന് ഉത്തരവിൽ പറയുന്നു. ഒപ്പം തന്നെ ഡോക്ടർ N രാജേന്ദ്രനെ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടറായാണ് നിയമിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നും ഡോക്ടർ രാജേന്ദ്രൻ കോഴിക്കോട് DMO ഓഫീസിൽ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആശാദേവി എത്തി ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത് വരെ താൻ ഈ സ്ഥാനത്ത് തുടരും എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മറ്റ് ചില തിരക്കുകൾ കാരണം ഡോക്ടർ ആശാദേവി എറണാകുളത്താണുള്ളത്. അവർ ഇവിടേക്ക് അടുത്ത ദിവസം തന്നെ എത്തി ഈ ചുമതല ഏറ്റെടുക്കുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും രീതിയിൽ ഡോക്ടർ രാജേന്ദ്രൻ ട്രിബ്യൂണലിനെ സമീപിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും കഴിഞ്ഞ ഡിസംബറിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രതിസന്ധി കോഴിക്കോട് DMO ഓഫീസിൽ ഉടലെടുത്തത്. അന്ന് ആരോഗ്യ വകുപ്പിലുള്ളവരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കുന്നു. അതിനു പിന്നാലെ ഡോക്ടർ N രാജേന്ദ്രനെ തിരുവനന്തപുരത്തേക്കും ഒപ്പം തന്നെ ഈ ആശാദേവിയെ കോഴിക്കോടേക്കും സ്ഥലം മാറ്റിയുള്ള ഉത്തരവാണ് വന്നത്. പക്ഷേ രാജേന്ദ്രൻ ട്രിബ്യൂണലിനെ സമീപിച്ച് ഇതിലൊരു സ്റ്റേ വാങ്ങിയെടുക്കുകയും തുടർന്ന് കോഴിക്കോട് DMO ആയി തന്നെ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ആശാദേവി ഇവിടേക്ക് എത്തുന്നു. തുടർന്ന് ഒരു ഓഫീസിനകത്ത് തന്നെ 2 DMOമാരും ഇരിക്കുന്ന ഒരു സാഹചര്യം, അസാധാരണമായ ഒരു സാഹചര്യം ഉടലെടുക്കുന്നു. പിന്നാലെയാണ് ഹൈക്കോടതിയിലേക്ക് ഇതെത്തുകയും പിന്നീട് ഇപ്പോൾ നിലവിൽ ഈ എല്ലാവരുടെയും വാദങ്ങൾ കേട്ടതിന് പിന്നാലെ ആരോഗ്യ വകുപ്പ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കുകയും ചെയ്തത്. ഏതായാലും നിലവിൽ ഇന്നും DMO ഓഫീസിലേക്ക് ഡോക്ടർ N രാജേന്ദ്രൻ എത്തിയിട്ടുണ്ട്. ആശാദേവി ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത് വരെ താൻ ഈ ഓഫീസിൽ തുടരുമെന്നാണ് അദ്ദേഹം നിലവിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.